അപ്പൊ പോവാണ് കേട്ടോ. ഞങ്ങള് പോവാണേ. ഞങ്ങള് എനിക്ക് എത്ര മാക്സിമം ചോട്ടാൻ പറ്റും അത്ര മാക്സിമം ചോട്ടിക്കോട്ടോ. ഒരു മിനിറ്റ്, അതിന്റെ മുമ്പേ പൂള കൂട്ടാനും ഇറച്ചി വാങ്ങിത്തരാം. എന്റെ വണ്ടി ഇന്ന് കൊടുത്താലും വെള്ളിയാഴ്ച കിട്ടുള്ളൂ പറഞ്ഞു. അന്ന് കൊടുത്താലും വെള്ളി വന്ന് കൊടുത്താലും. അപ്പൊ പിന്നെ വ്യാഴാഴ്ച കൊടുത്താൽ ശനിയാഴ്ച തരാറുണ്ട്. എന്നാ പിന്നെ വ്യാഴാഴ്ച അവിടെ വെറുതെ ഇട്ടിട്ടൊരു ഇറങ്ങിയത് വേണ്ട. അതെ, പക്ഷെ ഇടക്ക് വാട്ടർ സർവീസ് ഒക്കെ ചെയ്യണം. ഞാൻ ചെയ്യലുണ്ട്. ഇതെന്താ വെച്ചാൽ ഇന്ന് ഇവിടെ കൊടുക്കുന്ന വണ്ടി എങ്ങോട്ടാ, ലെഫ്റ്റോ റൈറ്റോ? അത് ശരി കേട്ടോ സാറേ. റൈറ്റ്. ആ ഓട്ടോറിക്ഷന്റെ മുമ്പിലാണ് ഒരു തട്ടുകട ഉണ്ട്. ഇവിടെ തന്നെ, ഇവിടെയാണ് നമ്മൾ ചോദിക്കണേ ഇറച്ചിപ്പൊളി ഉണ്ടോ ചോദിക്ക്. പിന്നെ ഇറച്ചിപ്പൊളിയില്ലേ? ആ വരി, വേറെ ഉണ്ട്, അതുണ്ട്. ഇത് വരി, ഇത് വെറൈറ്റി നമ്മളെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ₹1 പുറത്തേക്ക് കൊടുക്കരുത്. നമ്മളെ നാട്ടുകാർക്ക് തന്നെ കിട്ടണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇറച്ചിപ്പൊളിയും. ഇത് നമ്മളെ ഷെഫ് ഉണ്ട് ഇവിടെ. ഇതല്ല നമ്മളെ ഷെഫ്. ഹായ്. ഷെഫിനെ പിന്നെ വേറെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടും. ഇത് അടിപൊളി പൂളയാട്ടോ. തൊക്കിൽ വെച്ച് വേണ പൂളയുണ്ട്. അത്രയും ഉപ്പിട്ടിട്ടില്ലല്ലോ. ഞാൻ നിങ്ങൾക്കും വേണ്ടിയിട്ട് ഇന്ന് സ്പെഷ്യൽ സാധനങ്ങളാണ് ഫുള്ള്. കഴിഞ്ഞിട്ട് രാത്രി കരിയുണ്ട്. കരി ഒരു ഉറപ്പാക്കി രാത്രി പരിപാടി. ഉള്ളിയുടെ ചമ്മന്തി മറ്റേ എവിടെ പോവാ? നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. യൂട്യൂബിൽ വീഡിയോ ഇല്ല. ഈ അന്നൊക്കെ ഞാൻ ഫുൾ പ്രൊമോഷൻ ആണ്. ഞാൻ കാണുന്നല്ലേ. ഞാൻ ബെല്ലൈക്കൺ ഒക്കെയാണല്ലോ, എന്നിട്ട് വന്നില്ലല്ലോ. ആ ഒരു ഇത് എനിക്കില്ല കേട്ടോ. അഹങ്കാരല്ല, തീരെ അഹങ്കാരല്ല. 500 ഫോളോവേഴ്സ് അല്ലല്ല, ഫോളോവേഴ്സ്. ഇതാണ് 500 ഫോളോവേഴ്സ്. അനൂപ് സാറ്. അനൂപേ, ഏകദേശം എത്ര കാലമായി കുറ്റി ഒരു പൂള കൂട്ടാൻ കഴിച്ചിട്ട്? അതിന്റെ അഭിപ്രായം പറഞ്ഞു. പറഞ്ഞോ. ഒരു ദിവസം കഴിഞ്ഞ ദിവസം കഴിച്ചു. ഇന്നലെ കഴിച്ചിരുന്നു. എവിടുന്ന്? ഇന്നലെ വീട്ടില് പൂളയായിരുന്നു. നല്ല അടിപൊളി പൊളിയായിരുന്നു. ഇന്നലെ വീടിന്റെ അടുത്തുള്ള ഒരേട്ടൻ കൊണ്ടുവന്ന് തന്നതായിരുന്നു. അദ്ദേഹത്തിന്റെ ഗൂഗിൾ പേ ചെയ്താൽ മതി. നല്ല ഗൂഗിൾ പേ അവിടെ നെറ്റ്വർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാ, പൈസ അല്ല കേട്ടോ കുട്ടിയെ. എന്തിനാ പൈസ ഉണ്ടാവും? ഒരു ഉപ്പയും കൂടി ഉണ്ടാവും. ഞാൻ ആകെ ഈ വലി വലിച്ചുകൊണ്ടാണ് ഞാൻ പോണേ. ഇന്ന് ജനുവരി 31, 2024. ഡിസംബർ 31. ഓ സോറി, ഡിസംബർ 31, 2024 കണക്കാണ് പറഞ്ഞത്. ഇനി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന 1 മില്യൺ സബ്സ്ക്രൈബർ ഇതേ വർഷമല്ല, അടുത്ത വർഷം, അതായത് നാളെ 2025 ഡിസംബർ 31 1 മില്യൺ സബ്സ്ക്രൈബറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 52 കിലോമീറ്റർ കാണണം, അത്രയല്ലേ ഉണ്ടാവുള്ളൂ. മഞ്ചേരിക്ക് ഗൂഡല്ലൂരാണ്. എവിടെ ചെക്ക് പോസ്റ്റ് എവിടെയാ? മഞ്ചേരിക്ക് അയ്യോ, ഇവിടുന്ന് 21 കിലോമീറ്റർ ഉള്ള മഞ്ചേരിക്ക്. ഇൻഷോ മൈക്കോടെ എത്ര ഉള്ളൂല്ലേ? 21 കിലോമീറ്റർ പറഞ്ഞാൽ ശരിക്കും ഒരു അരമണിക്കൂർ മതി. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ലയൺസിന്റെ ഒരു പരിപാടി ഉണ്ടായിനി. അപ്പോഴുണ്ട് ഒരാളിൻ്റെ കണ്ണ് കോക്കി ഇങ്ങനെ നിൽക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ മുഖത്ത് കോക്കി ചിരിച്ച്. ഞാനും മുഖത്ത് കോക്കി ചിരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ആളെ മനസ്സിലായില്ല. പിന്നെ എൻ്റെ അടുത്തേക്ക് വന്ന് മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാറ് പിന്നെ മഞ്ചേരി ക്ലബില് അല്ല, ഞാൻ അൽമനറാണ്. സുരേഷ് സാറേ. അപ്പം ഞാൻ തന്നെ കെട്ടിപ്പിടിച്ചോ. സോറി സാർ, ഞാനേ പൈസ ഒന്ന് കയറുമല്ലേ? നിങ്ങളൊക്കെ വളർന്നുള്ള നമ്മള് ആദ്യം അവസരം തന്നു. ഗൂഡല്ലൂരിന്റെ മനോഹാരിതയിലേക്ക് നമ്മൾ എത്തി ഗൈസ്. അപ്പൊ ഇതാണ് തമിഴ്നാടിന്റെ നമ്മളെ കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ വണ്ടിയാണ് ഈ പോണത്. ഗൂഡല്ലൂർ വഴി വണ്ടൂർ, നിലമ്പൂർ, വഴിക്കടവ്, നാടുകാണി. അതാണ് നമ്മളെ
പോണ ഒരു സ്ഥലമുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതായത് ഈ ബിൽഡപ്പ് വിട്ടാണ്ട് സംഭവം പറയും. സംഭവത്തിലേക്കാണ് വരുന്നത്. അതിന് മുമ്പ് കുറച്ച് പറയാണ്ട്. അതായത് നമ്മൾ വർഷത്തിലൊരിക്കൽ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം സ്ഥലത്തിലേക്ക് വരാൻ ഈ വണ്ടി ഓടിക്ക് എന്നോടല്ലേ ഇപ്പൊ ഈ പറയണേ. അപ്പൊ പറഞ്ഞു വരുന്നത് നമ്മള് നല്ല ശുദ്ധവായു മാസം 2 മാസം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ശ്വസിക്കണം. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് സിഗരറ്റ് ഒക്കെ വലിക്കുന്ന ആൾക്കാരുണ്ട്, നമ്മളതില്ല, നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മൾ നല്ലത് വലിക്കണം. അപ്പൊ നല്ല വലിക്കണമെങ്കിൽ അതിനാണ് ഇവിടെ ഈ സാറ് അതുപോലെ ബീച്ച് ഒക്കെ കൂടി കണ്ട് 140 ഏക്കറ തേയിലത്തോട്ടം വാങ്ങി. പ്രശ്നമില്ല. അപ്പൊ നമുക്ക് പ്രശ്നം മടിയിൽ കനമുള്ളവന് അങ്ങനത്തെ ഒരു സംഭവല്ലേ തലക്കാനുണ്ടാവുള്ളൂ അല്ലേ? നല്ല കാപ്പിത്തോട്ടം കണ്ടാവും. ഇതേപോലെയാണ് നമ്മളത് ആവേണ്ടത്. നല്ല തണുപ്പ്, നല്ല കായാണ്. ഇതിന്റെ ഉള്ളിൽ എന്താ മോശം? പിന്നെ മാൻകുട്ടി, പുള്ളിമാന്, മുയല്, മാന്, മുഴല്, ഒട്ടകം ഉണ്ടാവില്ല. മാന്, മുഴല് തുടങ്ങിയവയൊക്കെ ഇതിനുള്ളിലുണ്ടാവും. ഇങ്ങനെ പറഞ്ഞെന്നാ നമ്മളിങ്ങനെ പോവാ. ഇതെന്താ പ്രശ്നം അറിയാം, പടിഞ്ഞാട്ടുള്ള യാത്ര ആയതുകൊണ്ട് വെയില് വേണ്ട. ഇവിടെ കണ്ടോ സായിപ്പന്മാരെ ആണോ? എന്താ ഉണ്ടാവും സായിപ്പന്മാരെന്നാ? ആണോ? പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ബ്രിട്ടീഷരൊക്കെയാണ്. അപ്പൊ ഇത് കറക്റ്റ് അല്ല, ഫുൾ കറക്റ്റ്. ഒരു പ്രൊഫഷണലിസം, ഒത്തന്റിക്. ഇവിടെയും കൊറേ മനുഷ്യന്മാരല്ലേ ജീവിക്കുന്നത്. ഈ അമ്പലം അവിടേക്ക് ഞാൻ പോവാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. എടുക്കും. നമ്മൾ പോവാ. ഇഷ്ടമല്ല, ഉപ്പാക്കും ഉമ്മാക്കൊന്നും ഇഷ്ടമല്ല. ഭാര്യയ്ക്ക് ഇഷ്ടമാണ്, മൂപ്പർക്ക് ഇഷ്ടം. ഓരോ വീട് അപ്പുറത്തുള്ളൊക്കെ എന്താ ഇതെന്താ സാധനം? ഗുഡ്സോ? ഇവിടുത്തെ പെൻഷൻ എടുത്തോളി നിങ്ങളെ വീഡിയോക്ക് ആ സൈക്കിളിലൊക്കെ ബൈക്കിലൊക്കെ കയറ്റിയത് കാണുന്നുണ്ടല്ലോ. ഇതിലെടുത്തോ, കാറിന്റെ അവിടെ പോയി നിർത്തിക്കളാം. ആണോ? ഇവിടെ എങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റുന്നത്? ബസ് എന്റെ ഓല് നോക്കൂലത്. നായക്കില്ലേ അവിടേക്ക് സൈഡാക്കി അത് ഉച്ചാണ്ട് ഇരിക്കുമ്പോ നായ പോടാ. എന്താണ് സാധനം? കറണ്ടിന്റെ വണ്ടിയാണ്. കറണ്ടിന്റെ ആണ് തോന്നുന്നല്ലേ? അപ്പടിയെ ബാക്ക് വരാൻ പറഞ്ഞു. സൂപ്പർ മാർക്കറ്റ് എന്താണ് ഇവിടുത്തെ മെയിൻ സൂപ്പർ? അപ്പോൾ ന്യൂ ഇയർ പ്രമാണിച്ച് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്, പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു കാപ്പിത്തോട്ടമുണ്ട് ഗൂഡല്ലൂർ. ആ ഒരു കാപ്പിത്തോട്ടമാണ്. ഈ ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ കാണാം. ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിവിശാലമായ കാപ്പിത്തോട്ടമാണ്. ഇതൊക്കെ ഒരു മനുഷ്യനും ഇവിടെ ഇല്ല. നമ്മളെ കാറ് അനൂപിൻ്റെ വെന്യൂ ആണ് കാറ്. സ്വാഭാവിക പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കുകയാണ്. സ്വാഭാവിക ഇഷ്ടപ്പെട്ടോ? യെസ്. ഇതൊക്കെ തേയിലത്തോട്ടമാണ്. നമുക്ക് ഇനി കാപ്പിത്തോട്ടം വേറെ ഉണ്ട്, ഒക്കെ നമ്മൾ കാണാൻ പോണേ ഉള്ളൂ. സോ എങ്ങനെയുണ്ട് ഈ ന്യൂ ഇയർ? ഈ ന്യൂ ഇയർ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. നീ എത്തിപ്പെടുന്ന സ്ഥലത്തുള്ള മറ്റേ ഇവൻ പറഞ്ഞ പോലെ ശാന്തസുന്ദരമായിട്ടുള്ള ഏരിയയിൽ ന്യൂ ഇയർ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇനിയുള്ള വർഷങ്ങളൊക്കെ ഇതുപോലെ ആവരുതേ എന്നാണോ ആവണം എന്നാണോ നോക്കട്ടെ. പക്ഷെ ഞാൻ പറയുമ്പോൾ ശുദ്ധമായ വായു ശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വർഷം തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അത് യോജിക്കുന്നുണ്ടോ?
എന്റെ ഒരു അഭിപ്രായത്തിൽ നാട്ടിലും ശുദ്ധമായ വായു ഇഷ്ടം പോലെ ഇല്ലല്ല ഇതൊക്കെ ടൗണിലല്ലേ. എന്റെ നാട്ടിലുണ്ട്. അവിടെ നിരന്തരമായി വാഹനങ്ങൾ പോകുന്നതുകൊണ്ട് തന്നെ ഈ കാർബൺ മോണോക്സൈഡ് വായുവിൽ ലയിച്ചു ചേർന്ന് അതാണ് നമ്മൾ ശ്വസിക്കുന്നത്. എന്താ അഭിപ്രായം? അത് ശരിയല്ലേ? ശ്വസിക്കുമ്പോഴുള്ള മാറ്റം നമുക്ക് അറിയുന്നില്ലല്ലോ. അറിയും. ഇത് കണ്ടോ, നാളെ രാവിലെ ആകുമ്പോഴത്തേന് ഈ വേറെ ലെവലാവും. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ ഗൈസ്. ഞങ്ങളുടെ അൽഫാം റെഡി ആയിരിക്കുകയാണ് ഗൈസ്. എന്തിനാണത്? എന്തിനാണ് ഫോയിൽ? താങ്കൾ എന്തിനാണ് ഫോയിൽ എടുക്കുന്നത്? ഇത് ചിക്കന്റെ ഏറ്റവും എക്സ്ട്രീം ലെവല് ഒരു സംഭവം ചിക്കൻ ചുടൽ. അപ്പൊ ഇപ്പൊ നമ്മൾ അൽഫാമാണ് ഉണ്ടാക്കണത്. ഇത് കഴിഞ്ഞിട്ട് ചുടലുണ്ട്. ഈ അൽഫാം കഴിഞ്ഞിട്ട് ചുടലില്ല. ആദ്യം നമ്മുടെ ഫോയിൽ പേപ്പറിൽ ചെയ്തതിന് ശേഷം മസാല നന്നായിട്ട് അതിൽ പിടിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ. അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ അത് നമ്മൾ 12 മണിക്ക് പൊട്ടിച്ചിട്ട് ന്യൂ ഇയർ ആഘോഷിക്കും, അർമാദിക്കും. നിങ്ങൾ ഇത് കാണുക. വെൽക്കം 2025. പരമായ പല മുഹൂർത്തങ്ങൾക്കും സാക്ഷിയാകുമെന്ന്. അപ്പൊ 2025ന്റെ തുടക്ക നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ അനൂപ് ഫോൺ വിളിക്കുന്നുണ്ട്. ഇതാ അനൂപ് ഫോൺ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ലൈവാണ് സുഹൃത്തുക്കളെ, ലൈവാണ്. യെസ്. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് ക്യാരറ്റ്. ഇപ്പോൾ ഗൂഡല്ലൂരാണുള്ളത്. ഗൂഡല്ലൂരിലെ സുന്ദരമായ കാപ്പിത്തോട്ടത്തിലാണ്. ഓക്കെ, എന്ത് മനോഹരമായ ഹൗസ് പ്ലോട്ട് ഉണ്ട്. അപ്പോൾ സുന്ദരമായ ഈ ഒരു കാപ്പിത്തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ പോവാണ്. ഇവിടെ കണ്ടോ, മാതളൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട്. ഇതാണ് വഴി. ഓക്കെ, എന്തൊരു മനോഹരമായ സ്ഥലം അറിയാം. ഇവിടെ വേറെ രസം എന്താ വെച്ചാൽ, ഒരു 10-40 കൊല്ലങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ വയലായിരുന്നു ഇത്ര. ഇപ്പോഴാണ് അതൊരു കാപ്പിത്തോട്ടം. ഓക്കെ, സാബ് ഉണ്ടോ ഗൈസ്? ഇവിടെ വള്ളികൾ ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മൾ പറയണ്ടേ? നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ സെയ്താക്കുണ്ട് ഇവിടെ. സെയ്താക്കയാണ് നമുക്ക് അന്നം തരുന്ന ആള്. ഇവിടെ ആകെ ഈ 2 വീടേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ ഇവിടെ വീടൊന്നുമില്ല. നിങ്ങൾക്ക് ഞാൻ മറ്റേ ഇവിടെ കണ്ടോ, അവിടെ ഒരു ഏറുമാടൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ പ്രശ്നമാണ്. എടാ ബിൻഷ, സുന്ദരമായ പ്രകൃതിരമണീയമായ സ്ഥലമാണ് ഇവിടെ. കണ്ടോ, പണ്ട് പാടിയായിരുന്നു. ഇതാണ് ബീച്ച്. ഇവിടെ നിന്നാണ് ഞങ്ങൾ വെള്ളം എടുക്കൽ. വെള്ളമൊക്കെ എടുത്തോ? ചെയ്താക്കാൻ പറഞ്ഞോ? താത്തുള്ളൂ, ഞങ്ങൾ പോട്ടെ. ഇതാണ് നമ്മളെ താത്ത, ഞങ്ങൾക്ക് അന്നം തരുന്ന, ഭക്ഷണം തരുന്ന താത്ത. ഞങ്ങൾ പോയി തരാം. താക്കാല് അത് എല്ലാ ഉപ്പ് വാങ്ങിക്കൊണ്ടേ. വെള്ളം എടുത്തിട്ടുണ്ടോ? ഞങ്ങൾ പോട്ടെ, ഇൻഷാല്ലാ ഇനി വരാം. പറയോ എവിടേക്ക് പോയത്? ഇത് കണ്ടോ, ഇവിടുത്തെ കരിവേപ്പിലാണിത്. ഓക്കെ, അതുപോലെ ഇവിടുത്തെ ചെടികൾ, തൈകൾ, ബുഷ് ഒക്കെ സുന്ദരമായ സംഭവമാണ്.